ഹലോ മാഡം. ഹലോ. മാഡം ഞാൻ പഞ്ചായത്തിൽ നിന്ന് വരുവാണേ. ഇപ്പോഴ ഈ കാലാവസ്ഥയില് ധാരാളം പേർക്ക് സൂര്യാഘാതോ അങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഒരു ക്ലാസ് തരാൻ വേണ്ടിട്ട് വന്നതായിരുന്നു. ശരി. മാഡം മാത്രമേ ഉള്ളൂ അവിടെ? ഞാൻ മാത്രമേ ഉള്ളൂ. അതെയോ? ഇപ്പൊ എന്താന്നറിയാം മാഡം, ഇപ്പം നമുക്ക് 11 മണിക്ക് ശേഷം പുറത്തിറങ്ങി ജോലിക്ക് 11 മണിക്ക് ശേഷം പുറത്തിറങ്ങി ജോലിക്ക് പോകുന്നവർക്കൊക്കെ സൂര്യാഘാതം ഏറ്റുന്നു, പലർക്കും പൊള്ളലേൽക്കുന്നു, അങ്ങനത്തെ ഒക്കെ സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. അതെ. അപ്പൊ ഇവിടുന്ന് ആരെങ്കിലും ജോലിക്ക് പുറത്ത് രാവിലെ പോകുന്നവരുണ്ടെങ്കിൽ ഒരു 6 മണി ആകുമ്പോഴത്തേനും നമ്മൾ ജോലിക്ക് പോയിട്ട് ഒരു 10:30 ഒക്കെ ആകുമ്പോഴത്തേനും തിരിച്ചു എത്തത്തക്ക രീതിക്ക് അവരോട് നമ്മൾ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് നമ്മൾ അങ്ങനെ പറയണം. പക്ഷെ അവിടെ മുതലാളിമാർ അതൊന്നും ശ്രദ്ധിച്ചോണമെന്നില്ല. നമ്മുടെ ജീവൻ ആപത്തുള്ള ഏത് കാര്യമാണ് നമ്മളത് ശ്രദ്ധിക്കണം. അപ്പൊ എല്ലാ വാർഡുകളിലൂടെ ഓരോരുത്തരെ വിട്ടിട്ടുണ്ട്. അതെ, പഞ്ചായത്ത്. അപ്പൊ ഈ 16-ാം വാർഡില് എന്നെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. ഞാൻ അവിടെ എല്ലാം കഴിഞ്ഞിങ്ങനെ വരിക. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ധാരാളം വെള്ളം കഴിക്കണം. വെള്ളം നല്ലപോലെ, ഭക്ഷണം കുറച്ചാലും വെള്ളം നന്നായിട്ട് കഴിക്കണം. ഈ നോമ്പുകാലമൊക്കെ ആയിട്ട് പലർക്കും പല വിധത്തിലുള്ള അസുഖങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നമുക്കിങ്ങോട്ട് ഈ അസുഖങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ നോമ്പുകാലം കൂടെ ആയതുകൊണ്ട് വല്ലാതെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഈ വെയില്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അതാണ് ഇപ്പൊ നമ്മള് അതിനൊരു സർവേക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ ഭക്ഷണം കുറച്ച് കഴിച്ചാൽ നിങ്ങൾ കണ്ടമാനം വെള്ളം കഴിക്കുക, നല്ലപോലെ വെള്ളം കഴിക്കുക. അതുപോലെ വെള്ളമുള്ള ഫ്രൂട്ട്സ്, തണ്ണിമത്തന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുക. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പുറത്തിറക്കി ഈ വിടാതെ നമ്മൾ വീട്ടിൽ തന്നെ ഒരു 3 മണിക്ക് ശേഷമൊക്കെ നമ്മളെ പുറത്തിറക്കാനും പാടുള്ളൂ. അംഗനവാടി കൊണ്ടുപോവുകയാണെങ്കിലും കരുതലോട് കൂടിയിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. പലർക്കും പൊള്ളതായിട്ട് നമുക്ക് വെള്ളം വേണോ? ഒന്നും വേണ്ട. ഞാനിപ്പോൾ വെള്ളം അപ്പുറത്തെ വീട്ടിൽ നിന്ന് കഴിച്ച് തന്നായിരുന്നു, വെള്ളം കുടിച്ചിട്ട് വന്നു. അതേപോലെ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം മാത്രമാണ് മേഡം കുടിക്കാൻ പാടുള്ളൂ. പച്ചവെള്ളം ചൂടല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവർക്കും പച്ചവെള്ളം കുടിക്കാൻ എനിക്ക് ആഗ്രഹം. അതൊരിക്കലും ചെയ്യരുത്. അതൊക്കെ ആ പച്ചവെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ നമ്മുടെ ശരീരത്തിന് ഈ ജലാംശം നഷ്ടപ്പെട്ടു പോകുമായിരിക്കും. ഈ ചൂടുവെള്ളമാകുമ്പോൾ നമുക്ക് കുറച്ച് ചൂടിന് നമുക്ക് അതിജീവിക്കാൻ കഴിയും. അപ്പൊ ഇവിടെ ആരെങ്കിലും അതിന് മുന്നേ ക്ലാസ്സിന് വന്നില്ല. ഇത് ആദ്യമായിട്ടാ. അതെ അല്ലേ? സന്തോഷം. മക്കളൊക്കെ ക്ലാസ്സിൽ പോയതാണോ? പിള്ളേരെ പ്രത്യേകം ശ്രദ്ധിക്കുക. മക്കള് വന്നു കഴിയുമ്പോ തന്നെ ഇനി അവര് പോകുന്ന സമയത്ത് അങ്ങനെ വെള്ളം കഴിക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവും. നല്ലപോലെ വെള്ളം കുടിപ്പിക്കുക. വെള്ളം കൊടുത്ത് വിടലുണ്ട്. കട്ടൻ കാപ്പിയും കട്ടൻ ചായയും ഒന്നും കുടിക്കുന്നതിന് പകരം നമ്മള് നല്ല തിളപ്പിച്ചായിട്ട്